ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് DLC ഡാറ്റ ലിങ്ക് കണക്ടറിലെ പിന്നുകളെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. കാരണം ഈ ഡാറ്റ ലിങ്ക് കണക്ടർ കൃത്യമായിട്ട് പിന്നുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും. നിങ്ങൾക്കറിയാം, DLC എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള സിസ്റ്റം, അല്ലെങ്കിൽ DLC പറയുന്ന മറ്റൊരു പേരാണ് OBD2 കണക്ടർ എന്ന് പറയുന്നത്. ഇത് യൂണിവേഴ്സൽ ആണ്, എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ അത് ഒരുപോലെയാണ് വരുന്നത്. പക്ഷെ പിന്നുകൾ തമ്മിൽ ചിലപ്പോൾ ഒരുപക്ഷെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അതെന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. DLC നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഈ DLCയുടെ വൈഡ് ആയിട്ടുള്ള ഭാഗം മുകളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പിൻ നമ്പർ 1 എണ്ണി തുടങ്ങുക. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ DLC 16 പിന്നുകളാണുള്ളത്. 16 പിന്നുകളിൽ ഈ വൈഡ് ആയിട്ടുള്ള ഭാഗം നമുക്ക് നേരെ പിടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പിൻ നമ്പർ 1 എണ്ണി തുടങ്ങുന്നത്. അപ്പോൾ ഈ 16 പിന്നുകളാണുള്ളത്. അതിനകത്ത് യൂണിവേഴ്സൽ ആയിട്ട് പിൻ നമ്പർ 4ഉം 5ഉം, പിൻ നമ്പർ 4 ആൻഡ് 5 ചാസിസ് ഗ്രൗണ്ടും സിഗ്നൽ ഗ്രൗണ്ടും. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഗ്രൗണ്ട് ലൈൻ ആണ്. ഓക്കെ. ഇനി പിൻ നമ്പർ 16 എന്ന് പറയുന്നതാണ് 12 വോൾട്ടേജ് ബാറ്ററി സപ്ലൈ. അപ്പം 12 വോൾട്ടേജ് എന്ന് വെച്ചാൽ ബാറ്ററിക്ക് എത്ര വോൾട്ടേജ് ആണ് അതിനായിരിക്കും ഇവിടെ കിട്ടുക. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ പവറും ഗ്രൗണ്ടും. ഇനി പിൻ നമ്പർ 6 ആൻഡ് പിൻ നമ്പർ 14 ആണ് ക്യാൻ ഹൈയും ക്യാൻ ലോയും. അതായത് ഹൈ സ്പീഡ് ക്യാൻ്റെ ആണ്. ഇത് ഹൈ സ്പീഡ് ക്യാൻ്റെ കണക്ഷൻ ആണ്. ഹൈ സ്പീഡ് ക്യാൻ്റെ ഹൈ പിൻ നമ്പർ 6ലും ലോ പിൻ നമ്പർ 14 കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു ക്യാൻ സിസ്റ്റം ഡയഗ്നോസ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കാൻ ടൂൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആവുന്ന സമയത്തോ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഈ DLCക്ക് അകത്ത് പവർ സപ്ലൈ ഉണ്ടോ, ഗ്രൗണ്ട് സപ്ലൈ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ ഈ ക്യാൻ കമ്മ്യൂണിക്കേഷനും ചെക്ക് ചെയ്യണം. ഇപ്പൊ ക്യാൻ കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയാം, 6ഉം 14 തമ്മിലുള്ള റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാണ് സാധാരണ ചെയ്യുക. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഏകദേശം 60 ഓം, ചെറിയ പ്ലസ് ഓർ മൈനസ് ഉണ്ടാവാം. എന്നാലും ആ ക്യാൻ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണെങ്കിൽ 60 ഓം റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇനി ക്യാൻ കമ്മ്യൂണിക്കേഷന് അകത്ത് ഷോർട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? അതും ഇവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്യാം. എന്തൊക്കെ തരം ഷോർട്ട് സംഭവിക്കാം? വയറുകൾ തമ്മിൽ ഷോർട്ട് ആവാം, ആ വയറ് ബോഡിയിൽ ഷോർട്ട് ആവാം, ഈ വയറ് പവറുമായിട്ട് ഷോർട്ട് ആവാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ വർക്ക് ചെയ്യുന്ന വാഹനം ഏതാണോ ആ വാഹനത്തിന്റെ റെസിസ്റ്റൻസുകൾ കംപ്ലൈന്റ് ഇല്ലാത്ത സമയത്ത് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യുന്നതിന് എളുപ്പത്തിൽ സഹായിക്കും. കാരണം ഇത്തരം എല്ലാ ഇൻഫർമേഷനുകളും എല്ലാ മാനുവലുകളും ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ചെക്ക് ചെയ്ത് എഴുതി വെക്കുക, ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത വഴി. അപ്പോൾ കംപ്ലൈന്റ് ഉള്ള വാഹനം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? നമുക്ക് പിൻ നമ്പർ 6, പിൻ നമ്പർ 14 ആണ് ക്യാൻ ഹൈ ക്യാൻ ലോ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്നത്. 60 ഓം ആണ് സാധാരണ വേണ്ടത്. ഇതിലേക്ക് താഴെ റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ ഇപ്പൊ ഒരു 5ഓ 10ഓ അല്ലെങ്കിൽ 3ഓ 2ഓ ഒക്കെ റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് ഷോർട്ട് ആണെന്ന് മനസ്സിലാക്കാം. ആ റെസിസ്റ്റൻസ് 120 ഓം ആണ് കാണിക്കുന്നത്, നമുക്ക് ക്യാൻ ഓപ്പൺ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് മാത്രമല്ല, ക്യാൻ പിൻ നമ്പർ 6 പിൻ നമ്പർ 4ഉം തമ്മിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ക്യാൻ ഷോർട്ട് ടു ഗ്രൗണ്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഷോർട്ട് ടു ഗ്രൗണ്ട്. അതുപോലെ തന്നെ ക്യാൻ ലോയും, അതായത് പിൻ നമ്പർ 14ഉം പിൻ നമ്പർ 4ഉം ഷോർട്ട് ടു ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. വീണ്ടും ഷോർട്ട് ടു ഗ്രൗണ്ട്. അതുപോലെ തന്നെ പിൻ നമ്പർ 6ഉം പിൻ നമ്പർ 16ഉം അതുപോലെ 14ഉം 16ഉം ഇത് രണ്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ടു പവർ, അതായത് പവറുമായിട്ട് ഷോർട്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഷോർട്ട് ആയിട്ടുണ്ടോ എന്ന് അറിയെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇത് ഷോർട്ട് ആവാതിരിക്കുന്ന സമയത്ത് ഇത് തമ്മിൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പം ടൊയോട്ടയിലാണ് പറയുന്നതെങ്കിൽ ഒരു 6 കിലോ ഓർ ഹയർ എന്നാണ് പറയുന്നത്. പക്ഷെ ഓരോ വാഹനത്തിലും ഇത് വ്യത്യാസം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ ആയിരിക്കുന്ന അവസ്ഥയിൽ, കംപ്ലൈന്റ് ഇല്ലാത്ത അവസ്ഥയിൽ ഇത് തമ്മിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് നമ്മളൊന്ന് എഴുതി വെക്കുക. ഇത് തമ്മിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചാലുള്ള ഗുണം എന്താണ്? ഇനി കംപ്ലൈന്റ് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ എഴുതി വെച്ച വാല്യൂവും ഇപ്പോൾ കിട്ടുന്ന വാല്യൂവും മാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് തരം കംപ്ലൈന്റ് ആണ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഈ ക്യാൻ ഹൈ പവർ സർക്യൂട്ടുമായിട്ടാണ് ഷോർട്ട് ആയതെങ്കിൽ ഇത് നമ്മൾ റെസിസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും? ഒരു 10 ഓം റെസിസ്റ്റൻസ് കിട്ടിയിരിക്കും. 10 ഓം റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മുൻപ് എഴുതി വെച്ചിരിക്കുന്ന ഡാറ്റ എത്രയാണെന്ന് നോക്കാം. നോർമൽ ആയിരിക്കുമ്പോൾ 6 കിലോ ഓം ആണ്. ജസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ 6 കിലോ ഓം കിട്ടുന്നിടത്ത് 10 ഓം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് തമ്മിൽ ഷോർട്ട് ആയിട്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ഡയഗ്നോസ് ചെയ്യാം. ഇനി മറ്റുള്ള പിന്നുകളെല്ലാം
യൂണിവേഴ്സൽ അല്ല. അതായത് ഈ പിന്നുകൾ ഓരോ മാനുഫാക്ചർക്കും അവരുടേതായ രീതിയിൽ ഓരോ സർക്യൂട്ടിലേക്കും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ വാഹനങ്ങളിലും ഒരു കാര്യം മനസ്സിലാക്കുക, പിൻ നമ്പർ 4, 5, 6, 14 ആൻഡ് 16 ഈ പിന്നുകളെല്ലാം യൂണിവേഴ്സൽ ആണ്, എല്ലാം ഒരുപോലെയാണ്. പക്ഷെ മറ്റുള്ള പിന്നുകൾ ഓരോ മാനുഫാക്ചറേഴ്സിനും അവരുടേതായ രീതിയിൽ ഓരോ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീഡിയം സ്പീഡ് ക്യാൻ DSC യിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ എവിടെയാണ് കണക്ട് ചെയ്യുക? പിൻ നമ്പർ 3 ആൻഡ് 11. അപ്പോൾ പിൻ നമ്പർ 3ലും 11ലുമാണ് മീഡിയം സ്പീഡ് ക്യാൻ സാധാരണയായിട്ട് കണക്ട് ചെയ്യാറ്. അതുപോലെ ഇങ്ങനെ ഓരോ പിന്നുകൾക്കും മാനുഫാക്ചർ ഇഷ്ടത്തിനനുസരിച്ച് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് ഈ നേരത്തെ പറഞ്ഞ ഈ 4 പിന്നുകൾ, ഈ 1, 2, 3, 4, 1, 2, 3, 4, 5 ഈ 5 പിന്നുകൾ യൂണിവേഴ്സൽ ആയിട്ട് എല്ലാ വാഹനങ്ങളിലും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ DLCക്ക് അകത്തുള്ള പിന്നുകൾ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓരോ മാനുഫാക്ചർ അനുസരിച്ച് ഏതൊക്കെ പിന്നുകളാണ് കൊടുത്തിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇത് നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.